ഹലോ എവ്രി വൺ വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഹൊറിഗല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ബ്രീഫ് സമ്മറിയും തീമും ഒക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാം, അത് സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നോട്ട്സും സമ്മറിയും എല്ലാം അതും ഈ ഒരു സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പോയിട്ട് ചെക്ക് ചെയ്യാം. സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഈ ഹൊറിഗലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് കൈൻഡ്നെസ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അതുപോലെ എംപതിയുടെ ഇമ്പോർട്ടൻസ്, പിന്നെ ഏറ്റവും എന്താ പറയുക വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിസണിങ് ടു അതേഴ്സ്, ബാക്കിയുള്ള ആളുകളെ ലിസൺ ചെയ്യുക, അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. Hurigalo means a stone that bears weight, a simple stone bench placed under a tree for travelers to rest and regain strength. Hurigalo എന്ന് പറയുന്നത് എന്താണ്? ഒരു കല്ലാണ് അല്ലേ, വെയിറ്റ് ഒക്കെ ചുമക്കാൻ പറ്റുന്ന ഒരു കല്ല്. ഇതൊരു സ്റ്റോൺ ബെഞ്ച് ആണ്, അതായത് യാത്രക്കാർക്കൊക്കെ എന്താണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താണ് കുറച്ചുകൂടി സ്ട്രെങ്ത് ഒക്കെ കിട്ടും അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് വില്ലേജിലുള്ളൊരു സ്റ്റോൺ ബെഞ്ചാണ്. In the author's childhood village, a banyan tree with a horigalu provided shade, water and rest for traveler. നമ്മളെ നരേറ്റർ എന്താ പറയുന്നത്, ഈ എഴുത്തുകാരിയുടെ ഗ്രാമത്തിൽ ഒരു എന്താണ് ആൽമരവും ഒരു ഹൊറിഗല്ലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് യാത്രക്കാർക്ക് എന്താണ് ഒരു എന്താ പറയുക ഭയങ്കര ഒരു സമാധാനം തന്നെയാണ്. തണൽ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എല്ലാത്തിനും അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. The horigalu holds special memories for the author because it was connected with her grandfather. ഓദറിന് ഈ ഒരു ഹൊറിഗല്ലു എന്താണ് ഒരു സ്പെഷ്യൽ മെമ്മറിയാണ്, കാരണം പല കാര്യങ്ങളും എന്താണ് ഈ ഒരു ഗ്രാൻഡ് ഫാദറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവളുടെ മുത്തച്ഛനും എന്താണ് ദിവസവും ആ ഒരു ഹൊറിഗല്ലുവിൽ വന്നിരിക്കുകയും അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. Her grandfather, a retired school teacher, sat under the banyan tree and listened to villagers' problem. അവരുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് എന്താണ് ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അവരെന്താണ് ഈ ഒരു ബാനിയൻ ട്രീൻ്റെ അടിയിൽ എന്നും വന്നിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആളുകളുടെ പ്രശ്നങ്ങൾ, വില്ലേജേഴ്സിന്റെ പ്രശ്നങ്ങളെല്ലാം കേൾക്കും, പ്രോബ്ലംസ് കേൾക്കും. അയാൾ എന്നിട്ട് റിയാക്ട് ഒന്നും ചെയ്യില്ല, അവർ ജസ്റ്റ് കേൾക്കുള്ളൂ. അവരെ ജഡ്ജ് ചെയ്യാതെ അവരെന്ത് ചെയ്യും, ലിസൺ ചെയ്യും. അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കും, ഒന്നും എന്ത് ചെയ്യില്ല, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക ഒന്നും ചെയ്യില്ല, ജസ്റ്റ് എന്ത് ചെയ്യും, കേൾക്കുക മാത്രം ചെയ്യും. വില്ലേജേഴ്സ് ക്യാരിയിങ് ഹെവി ലോഡ്സ് ആൻഡ് വെറീസ് ഫെൽറ്റ് റിഫ്രഷ്ഡ് ആഫ്റ്റർ ഷെയറിങ് ദെയർ തോട്ട്സ് വിത്ത് ഹിം. അവരുടെ കാര്യങ്ങൾ, അവരുടെ ആ ഒരു ലോഡ്, അവരുടെ ആ ഒരു മെന്റൽ പ്രഷറും വെറീസും പ്രോബ്ലം എല്ലാം എന്താണ് ഒരാളെടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് അവരൊന്ന് റിലാക്സ്ഡ് ആവാണ്, അവർക്ക് കുറച്ച് റിലീഫ് കിട്ടുകയാണ്. ദ ഗ്രാൻഡ് ഫാദർ ടോട്ട് ദി ഓദർ ദാറ്റ് എവ്രി വൺ ക്യാരീസ് ബേർഡൻ ഇൻ ലൈഫ് ആൻഡ് മസ്റ്റ് റെസ്റ്റ് ഒക്കേഷണലി ടു റീഗെയിൻ സ്ട്രെങ്ത്. ഈ ഒരു ഓദറിന് ഗ്രാൻഡ് ഫാദർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ത്, എല്ലാ ആൾക്കാരും പല പല പ്രശ്നങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട്, ഒരുപാട് ബേർഡൻസ്, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ ചുമക്കുന്നുണ്ട് ലൈഫിൽ. അവർക്ക് എന്ത് വേണം, ഒരു റെസ്റ്റ് വേണം അല്ലേ, അവർക്ക് ഒക്കേഷണലി ഇടയ്ക്കൊക്കെ ഒരു റെസ്റ്റ് വേണം. എന്തിനു വേണ്ടിയിട്ട്, സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെന്റലി റെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരാളെടുത്ത് ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാ ആൾക്കാർക്കും എന്താണ് ഒരു ഷെയറിങ് ആവശ്യമാണെന്നാണ് ഗ്രാൻഡ് ഫാദർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. He explained that a horigalu is essential in any journey, both physical and emotional, because it helps people continue with renewed energy. അദ്ദേഹം പറയുന്നത് ഈ ഹൊറിഗല്ലു എല്ലാവരുടെ ലൈഫിലും ജീവിതത്തിലും എന്താണ് ആവശ്യമാണ്. ഈ ഒരു ജേണിയിൽ, യാത്രയിൽ, അതിനി എന്താണ് ഇമോഷണൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ രണ്ടിലും എന്താണ് ആവശ്യമാണെന്നാണ് പറയുന്നത്. എന്താണ് ആളുകൾക്ക് അവരുടെ ആ ഒരു വർക്ക്, അവരുടെ ജേണി കണ്ടിന്യൂ ചെയ്യാൻ എന്താണ് ഒരു പുതിയൊരു എനർജി ആവശ്യമാണ്. അതായത് അത്രയും എന്താണ് ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫിസിക്കലി എന്താണ് നമ്മൾ നടന്ന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും, അപ്പൊ അവർക്ക് ഒരു റെസ്റ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ മെന്റലി എന്താണ് ഒരുപാട് പ്രശ്നങ്ങളും ട്രബിൾസും ബുദ്ധിമുട്ടുകളും ഒക്കെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനും എന്ത് വേണം, ഒരു റെസ്റ്റ് വേണം. അപ്പൊ ഒരു ഹൊറിഗല്ലും ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഈസി ആവും അല്ലെ, അവർക്ക് എനർജി റീഗെയിൻ ചെയ്യാൻ പറ്റും, അവരുടെ എല്ലാ ബേർഡൻസും ഒരാളെടുത്ത് പറയാൻ പറ്റും. അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും, ഒരു റിലാക്സേഷൻ കിട്ടും. Later in life, the author met Ratna, a cheerful senior
clerk in her office who reminded her of the ഹൊറിഗല്ലു. എന്താണ്, ഒരുപാട് കാലത്തിന് ശേഷം ജീവിതത്തിൽ എന്താണ് രത്ന എന്ന് പറഞ്ഞ ഒരാളെ മീറ്റ് ചെയ്യാണ്. അവരെന്താണ് ചിയർഫുൾ ആയിട്ടുള്ള ഒരു സീനിയർ ക്ലർക്കാണ് അല്ലെ അവരുടെ ഓഫീസിലെ. അവരെന്താണ് ഈ ഒരു ഹൊറിഗലുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ലഞ്ച് അവേഴ്സ് രത്ന സ്പെൻഡ് ടൈം ലിസണിങ് പേഷ്യൻലി ടു ഹെർ കൊളീഗ്സ് വെറീസ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ആളുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ, അതായത് അവരുടെ കൊളീഗ്സിന്റെ ഒക്കെ പ്രഷർ, വെറീസും കാര്യങ്ങളൊക്കെ പേഷ്യന്റ് ആയിട്ട് ഇരുന്ന് കേൾക്കുന്നുണ്ട്, ലിസൺ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ലഞ്ച് അവറിന്റെ ടൈമിൽ. Ratna believed she was not solving problems, but by listening with sympathy and without judgment, she lightened half their burden. രത്ന എന്താണ് വിശ്വസിക്കുന്നത്, അവൾ ആരുടെയും പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്യുന്നില്ല, പക്ഷെ അവരെന്താ ചെയ്യുന്നത്, ലിസൺ ചെയ്യുന്നുണ്ട് അല്ലെ, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ആ ഒരു സിമ്പതിയോടും അതുപോലെ തന്നെ ജഡ്ജ്മെന്റിലേ അല്ല, ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല, ആരെയും പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താ ചെയ്യുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഒരു കാര്യം തന്നെ എന്താണ് അവരുടെ പകുതി പ്രശ്നം, പകുതി ഭാരം എന്ത് ചെയ്യും, കുറയ്ക്കുന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ഷീ നെവർ betrayed the confidence of those who shared their secrets, considering it as a serious sin to gossip. അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരെ ചതിക്കുന്നില്ല. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. അതൊരിക്കലും എന്താണ് ഗോസിപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അവർ വലിയൊരു സിന്നായിട്ട്, ഒരു പാപമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. ആരുടെയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവർ പറയുന്നില്ല. The author realized that listening itself is a great service even without giving solution. ഈ ഓദർ എന്താണ് റിയലൈസ് ചെയ്യാണ്, ഒരാളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് മാത്രം മതി, അതായത് സോൾവ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് കേൾക്കുന്നത് തന്നെ എന്താണ് അവർക്ക് വലിയൊരു കാര്യമാണ്, ഒരു ഗ്രേറ്റ് സർവീസ് തന്നെയാണ് ഈ ഒരു കാര്യം എന്നുള്ളത്. അതായത് നമ്മൾ സൊല്യൂഷൻ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് കേൾക്കുന്നേ ഉള്ളൂ. അത് തന്നെ എന്താണ് ഒരു ഗ്രേറ്റ് സർവീസ്, വലിയൊരു കാര്യമാണെന്നാണ് പറയുന്നത്. Both the grandfather and Ratna, in their own simple ways, were doing social service without recognition, yet they found joy in it. രണ്ടുപേരും, ഗ്രാൻഡ് രത്നയും രണ്ടുപേരും അവരുടേതായിട്ടുള്ള ആ ഒരു സിമ്പിൾ വേയിലൂടെ അവർ സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. പക്ഷെ എന്താണ്, പ്രത്യേകിച്ച് റെക്കഗ്നീഷൻ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ അവർ രണ്ടുപേരും ചെയ്യുന്ന എന്താണ്, സോഷ്യൽ സർവീസ് ആണെന്നാണ് പറയുന്നത്. അവരതിൽ എന്തും കണ്ടെത്തുന്നുണ്ട്, ആ ഒരു ജോയും കണ്ടെത്തുന്നുണ്ട്. The story shows that acts of kindness and empathy are more valuable than wealth or fame. ഈ ഒരു സമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു ഫെയിം കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് എന്ത്, ഈ ഒരു കൈൻഡ്നെസ്സും സിമ്പത്തിയും ഒക്കെ നമ്മളിൽ വരിക എന്നുള്ളത്. The author concludes that the world need many more ഹൊറിഗലൂസ്, people who give comfort, support and strength to others. ഓദർ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളെ ലോകത്ത് എന്താണ് ഒരുപാട് ഈ ഒരു ഹൊറിഗല്ലു വേണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആളുകൾക്ക് ഒരു ആശ്വാസം നൽകാൻ, ഒരു സപ്പോർട്ട് കൊടുക്കാൻ, ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹൊറിഗല്ലു വേണം എന്നാണ് പറയുന്നത്. ഈ ഒരു ഹൊറിഗല്ലു എന്താ ചെയ്യുന്നത്, ഇവരെന്താ ചെയ്യുന്നത്, ഒരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ടോ, സൊല്യൂഷൻ കൊടുക്കുന്നില്ല, ജഡ്ജ് ചെയ്യാതെ കാര്യങ്ങളെല്ലാം ലിസൺ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ലിസൺ ചെയ്യുക, ആൾക്കാരെ ലിസൺ ചെയ്യുക, അവരെ ജഡ്ജ് ചെയ്യാതെ ലിസൺ ചെയ്യുക എന്നുള്ളത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും NoteBuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിന്റെ റിലേറ്റഡ് എന്താണ് നോട്ട്സ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് നല്ല മാർക്ക് കിട്ടും. അതിന്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സും ആ ഒരു സൈറ്റിൽ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, എക്സാം എഴുതാം. ഓക്കെ, ഗുഡ് ലക്ക്.